വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ ജില്ലകളിൽ നിന്നും ജില്ലാ കമ്മിറ്റി കൂടിയും ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയും CPM ലിസ്റ്റുകൾ തിരുവനന്തപുരത്തേക്ക് അയച്ചത് സ്ഥാനാർത്ഥികളാകാനുള്ള. അതിൽ നാസർ, ആലപ്പുഴയിൽ നിന്ന് നാസറിനെ മത്സരിപ്പിക്കാനുള്ള, ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ നാസറിനെ മത്സരിപ്പിക്കാനുള്ള ലിസ്റ്റ് അവിടെ നിന്ന് വന്നു. ജയമോഹൻ, ആക്ടിംഗ് സെക്രട്ടറിയായ ജയമോഹൻ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. വളരെ സാത്വികനായിട്ടുള്ള നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ, ജയമോഹനെ അവിടെ നിന്ന് മത്സരിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് കയറ്റിവിട്ടിട്ടുണ്ട് ലിസ്റ്റിൽ. തിരുവനന്തപുരത്ത് നിന്ന്, വർക്കലയിൽ നിന്ന് വി ജോയിയെ വീണ്ടും ജയിപ്പിക്കാൻ കയറ്റിവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ MV ഗോവിന്ദൻ നേരിടുന്നൊരു പ്രതിസന്ധി. തിരുവനന്തപുരത്ത് നിന്ന് ഇനി 3 പേർക്കും കൊടുത്താൽ ഓക്കെ, 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കും. 3 പകരം ജില്ലാ സെക്രട്ടറിമാരെ എടുത്താൽ മതിയല്ലോ. പക്ഷേ പ്രശ്നം അതല്ല. തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ സെക്രട്ടറി എടുക്കാൻ പോയാൽ കുഴഞ്ഞു പോകും പാർട്ടി. കാരണം ഇവിടെ ഗ്രൂപ്പിൻ്റെ പുറത്ത് ഗ്രൂപ്പ് വളരെ വലിയ രൂപത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വലിയ പ്രയാസപ്പെട്ടാണ് ഒരു സമവായ ഒത്തുതീർപ്പ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ആര് വന്നത്, നമ്മുടെ അദ്ദേഹം വന്നത്, ഈ വി ജോയ് വന്നത്. കടയമ്പള്ളി സുരേന്ദ്രൻ്റെ ഗ്രൂപ്പുണ്ട്, അനാവൂർ നാഗപ്പൻ്റെ ഗ്രൂപ്പുണ്ട്, 4-5 ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾ കറങ്ങുന്നതിനിടയിൽ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജോയിയെ ഒഴിവാക്കിയാൽ പകരം ആരെ വയ്ക്കുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കും. അതുകൊണ്ട് തന്നെ ജോയിയിൽ തട്ടി, ജോയിയുടെ കെയർ ഓഫിൽ ബാക്കി 2 പേരും കൂടി മത്സരിക്കേണ്ട. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടാൻ സാധ്യതയുള്ളത് ജയമോഹനായിരിക്കും. കാരണം അദ്ദേഹം ആക്ടിംഗ് സെക്രട്ടറിയാണ്. അതിൻ്റെ ഒരു കെയർ ഓഫ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ജോയിക്ക് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. ജോയിക്ക് കൊടുത്താൽ ഗോവിന്ദൻ മാഷിൻ്റെ പേടി ജോയി ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല പേടി, ജില്ലാ സെക്രട്ടേറിയറ്റ് ആരെ വയ്ക്കും, അതിനൊരു കാൻഡിഡേറ്റിന് എടുക്കാൻ ഇപ്പോൾ, ഒരു സമവായ കാൻഡിഡേറ്റിന് എടുക്കാൻ ഇപ്പോൾ ഇല്ല. സമ്മേളന സമയവുമല്ല. അതുകൊണ്ട് എങ്ങനെയാണത് പരിഹരിക്കാനറിയില്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ വരികയാണ്. ഇലക്ഷന് മുമ്പേ ഒരു ഗ്രൂപ്പും തർക്കവും വഴക്കവും ഒക്കെ ആയിപ്പോയാൽ ആകെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു ജില്ലയിൽ നിന്നുള്ള സെക്രട്ടറിമാർക്കും ഇത് കൊടുക്കണ്ട, ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കണ്ട എന്നൊരു നിലപാടാണ് MV ഗോവിന്ദൻ മാഷ് എടുക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത് നമുക്കറിയില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില പരിപാടികളിവിടെ ഉണ്ടല്ലോ. ഒരു കമ്മിറ്റി അംഗമോ ഒരു സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ തീരുന്നതല്ല. സംസ്ഥാന കമ്മിറ്റിയുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഇതിനൊക്കെ മുകളിൽ മുഖ്യമന്ത്രിയുണ്ട്. അതാണ് വളരെ പ്രധാനം. പഴയ CPM അല്ല ഇത്. അവരെന്തെല്ലാം പറഞ്ഞാലും ജോയിയോ ജയമോഹനോ അല്ലെങ്കിൽ നാസറോ ഒക്കെ പോയി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയുടെ എന്നൊരു അനുവാദം വാങ്ങിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും മത്സരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരെ വെട്ടണം എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാഷിൻ്റെ തിയറി. വെട്ടുന്നത് 3 പേരെ വെട്ടുന്നത് ഒരാളിന് വേണ്ടിയിട്ടാണ്. അയാളെ വെട്ടുന്നതും അയാൾക്ക് വേണ്ടിയിട്ടുള്ള എതിർപ്പുണ്ടല്ല, അയാളോടുള്ള എതിർപ്പുണ്ടല്ല, പാർട്ടിയിൽ പിന്നെ ആരെ വയ്ക്കും, ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ആരെ വയ്ക്കും എന്നുള്ള സംശയമുള്ളത് കൊണ്ട് 3 പേരെയും വെട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ജില്ലാ സെക്രട്ടറിമാർ തൽക്കാലം മത്സരിക്കേണ്ടതില്ല. പിന്നെ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തോമസ് ഐസക്, G സുധാകരൻ, KK ശൈലജ ടീച്ചർ, ഇവരുടെ കാര്യത്തിലും വിജയരാഘവൻ, ഇവരുടെയൊക്കെ കാര്യത്തിൽ എന്ത് തീരുമാനം വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് പാർக்கலாம்.